നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് വിധി നേരത്തെ തീരുമാനിച്ചതാ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് കരുതി നമുക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ നന്ദേട്ടാ? ഹലോ, എന്തിനാ നീ ഇങ്ങനെ വിളിക്കുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എനിക്ക് നിന്നെ ഇപ്പൊ കാണണം, നിന്നോട് സംസാരിക്കണം. വിഡ്ഢിത്തം പറയല്ലേ. എന്റെ സിറ്റുവേഷൻ നിനക്കറിയില്ലേ? സ്നേഹ ഇവിടെയുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. അത് പറ്റില്ല, എനിക്ക് സംസാരിക്കണം. ഭ്രാന്ത് പറയല്ലേ. നീ ഫോൺ വെക്ക്, ഞാൻ പിന്നെ വിളിക്കാം. അവൻ ഇത്രയ്ക്ക് ധൈര്യോ കാണിച്ചു കൊടുക്കാൻ ഞാൻ അർച്ചന ഒറ്റ ഒരുത്തി കാരണ ഇതെല്ലാം സംഭവിച്ചത്. ഇവരുടെ ആദ്യ രാത്രി നടക്കാത്തതുകൊണ്ട് നോന്നത് അവക്കാണല്ലോ. എങ്കിൽ പിന്നെ എന്ത് സംഭവിച്ചാലും അവന് നേരിട്ട് കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ആരെ വിളിച്ചേ? അതൊരു ഫ്രണ്ടായിരുന്നു. അതെനിക്ക് മനസ്സിലായി. എന്താ സംസാരിക്കാതിരുന്നെന്നാ ചോദിച്ചേ? അവനോട് സംസാരിക്കാൻ ഒരു മൂഡില്ല. അതുമാത്രമല്ല, സംസാരിച്ചു തുടങ്ങിയ പിന്നെ നിർത്തത്തില്ല. എനിക്കാണെങ്കിൽ അവനോടൊന്നും സംസാരിക്കാനും ഇല്ല. ആ, ഒരു തരത്തിൽ അത് തന്നെയാ നല്ലത്. വെറുതെ ആവശ്യമില്ലാത്തവരോട് സംസാരിച്ച് നമ്മുടെ മൂഡ് കളയുന്ന എന്തിനാ? ആ ജോത്സ്യം പറഞ്ഞ കാര്യം ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. എന്ത് പേടി? ഇനി ഒരിക്കൽ കൂടി മാലയിടാന്നൊക്കെ പറഞ്ഞ അതും ഇവിടുത്തെ പൂജാമുറിക്ക് മുൻപിൽ വെച്ച് നന്ദേട്ടനും സന്ദീപും എന്തായാലും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ അവന്തികയുടെ കാര്യം ഓർത്താ എനിക്ക് ടെൻഷൻ. അവൾ എന്തെങ്കിലും ഭ്രാന്ത് കാണിച്ചാ ഇപ്പൊ കിട്ടിയ ലൈഫ് കൂടി എനിക്ക് നഷ്ടപ്പെടും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതൊന്നും ഓർത്ത് എന്റെ മോൻ വിഷമിക്കണ്ട. അർച്ചനയിടത്തെയും അച്ഛനും കൂടെ ചേർന്ന ഇതൊക്കെ തീരുമാനിച്ചേ. അവരെ കൊണ്ട് അർച്ചനടുത്ത് തന്നെ സമ്മതിപ്പിച്ചോളൂ. എന്നാലും ഒരെന്നാലും ഇല്ല. ഒരു തരത്തിൽ പറഞ്ഞ ഇത് നന്നായെന്നാ എനിക്ക് തോന്നുന്നു. അച്ഛന്റെ ഏട്ടന്മാരുടെയൊക്കെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി വിവാഹ മണ്ഡപത്തിൽ കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ അത് നടന്നില്ല. ഇപ്പൊ അതിനുള്ള അവസരം എനിക്ക് വീണ്ടും വന്നിരിക്കുക. അവരുടെ മുമ്പിൽ വെച്ച് ധനുഷ എന്റെ കഴുത്തിൽ മാലയിട്ടാ പിന്നെ അതൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെയാ. അതോടെ നമ്മുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലവും മാറും. എല്ലാം ശരിയാവോടോ. ഞാനിപ്പോ വരാം. പ്രോബ്ലങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് ഇവളോട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ.
ജോത്സ്യം പറഞ്ഞ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതറിയാൻ വേണ്ടിയാ നിങ്ങളെ ഞാൻ വിളിച്ചത്. അച്ഛന്റെ തീരുമാനം എന്താ അച്ഛാ? ആ ജോത്സ്യം പറഞ്ഞത് കേട്ട് ഇങ്ങനെ മണ്ടത്തരം ചെയ്യേണ്ട കാര്യമുണ്ട് അച്ഛാ. ഇവിടുത്തെ പൂജാമുറിയുടെ മുന്നിൽ വെച്ച് ഇനിയും കല്യാണം നടത്താൻ പോകണം. ഇത് ആരുടെ ഐഡിയ ഇത്? അവര് തന്നെ പ്ലാൻ ചെയ്തായിരിക്കും. അതോ അച്ഛന്റെ തീരുമാനമാണോ? ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോകുന്നവരൊക്കെ അനുഭവിക്കണം. അത് സ്വന്തം പെങ്ങളായാലും ആരായാലും. അച്ഛൻ പറയൂ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോഴേ എന്റെ ദുഃഖം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നന്ദേട്ടാ, അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ സ്നേഹ. അവൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ഒരമ്മയുടെ സ്നേഹവും നന്മയും അത് കൊടുക്കാൻ ഒരമ്മയ്ക്ക് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അച്ഛനും സഹോദരന്മാരും എത്രയൊക്കെ സ്നേഹിച്ചാലും അത് അമ്മയുടെ സ്നേഹത്തിന് പകരമാവോ? ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അവൾക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതിന് അവളും നിങ്ങളും ആരും കുറ്റക്കാരുമല്ല. അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കണമെന്ന് വിധി നേരത്തെ തീരുമാനിച്ചതാ. അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. എന്ന് കരുതി നമുക്ക് അവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ നന്ദേട്ടാ? അവളുടെ ജീവിതത്തിൽ ഒരു ദോഷം വരുന്നു എന്നറിയുമ്പോ അതിന് പരിഹാരം ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ നന്ദേട്ടാ? നമ്മളത് ചെയ്യണം. അപ്പൊ അർച്ചനയും കൂടെ ചേർന്നാണല്ലേ ഇതൊക്കെ നടത്തുന്നത്? ഇത് മാത്രമല്ല, ഈ വീട്ടിൽ നടക്കേണ്ട ഏത് നല്ല കാര്യവും നടത്താൻ ഞാൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാവും. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്ന എല്ലാ പെൺകുട്ടികളും അച്ഛനെയും ആങ്ങളമാരെയും ധിക്കരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കില്ല. ഈ ലോകത്ത് അമ്മയില്ലാതെ വളരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അവരെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത്? മറ്റെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളാരും അവളെ സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രം അർച്ചന പറയരുത്. ഒരുപാട് സ്നേഹിച്ചു പോയതുകൊണ്ടായിരിക്കും അവൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്. അതിന് വിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങളാരും അവളെ സ്നേഹിച്ചിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരമ്മ പറഞ്ഞു കൊടുക്കേണ്ട നന്മയാ അവളുടെ ജീവിതം. അത് നിങ്ങൾ ആങ്ങളമാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സംഭവിച്ചതാ ഇതെല്ലാം. ജോത്സ്യം പറഞ്ഞതനുസരിച്ച് അവരൊന്നുകൂടി നമ്മുടെ പൂജാമുറിക്ക് മുന്നിൽ വെച്ച് താലി കെട്ടണം. അതില് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുകയും വേണം. നന്ദേട്ടനെയും സന്ദീപിനെയും നിർബന്ധിക്കാനുള്ള അധികാരമോ അവകാശമോ ഒന്നും എനിക്കില്ല. പക്ഷേ സച്ചേട്ടൻ ഇവിടെ ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധ. ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി, നന്ദേട്ടൻ പറയുന്നതാണ് ന്യായം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.